നമസ്കാരം. നിയമസഭാ മത്സരത്തിന്റെ ചൂടിലേക്ക് കോട്ടയം ജില്ല മെല്ലെ പ്രവേശിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കുമെന്ന് പാർട്ടി അണികളും ജനങ്ങളും ചർച്ച ചെയ്യുകയാണ്. പൂഞ്ഞാർ, കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ എന്നിങ്ങനെയുള്ള ശക്തമായ മണ്ഡലങ്ങളിലെ ചരിത്രവും സാധ്യതകളും നോക്കിയുള്ള സ്ഥാനാർത്ഥിത്വമാണ് ചർച്ചയാവുന്നത്. ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയാണ് ജനങ്ങളിപ്പോൾ ചർച്ചയാക്കുന്നത്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ തന്നെയാണ്. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആർക്കു വേണ്ടിയും മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുവെങ്കിലും അത്തരം മാറ്റങ്ങളൊന്നും നിലവിലുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 37,000 വോട്ടിന് പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ച ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ ജനകീയനാണ്. 2023 ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗമുണ്ടായി. ജേക്സി തോമസ് ആണ് 2023 പരാജയപ്പെട്ടത്. ഇക്കുറി CPM ആരെ മത്സരിപ്പിക്കുമെന്നതിൽ കാര്യമായി പേരുകളൊന്നും കേൾക്കുന്നില്ല. മുതിർന്ന CPM നേതാവ് KM രാധാകൃഷ്ണൻ, K അനിൽകുമാർ, റജി സക്കറിയ തുടങ്ങിയവർക്ക് സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ഒരു യുവ നേതാവും വരാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണങ്ങൾക്കും CPM മുതിർന്നേക്കാം. NDA സ്ഥാനാർത്ഥിയായി N ഹരി, ലിജിൻലാൽ തുടങ്ങിയവരൊക്കെ സാധ്യതയിലുണ്ട്. പൂഞ്ഞാറിലാകട്ടെ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാകും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് MLA ആയ സെബാസ്റ്റ്യൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDFൽ കോൺഗ്രസിലെ ടോമി കല്ലാനി 2021 മത്സരിച്ചെങ്കിലും PC ജോർജിന് മുന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു. പ്രാദേശിക സ്ഥാനാർത്ഥികൾ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ടോമി കല്ലാനിക്ക് തന്നെയാണ് ഇത്തവണയും സാധ്യത. PA സലീം, ജോമോൻ ഐക്കര, വസന്ത് തെങ്ങുംപള്ളി എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എക്കാലവും കേരള കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള മണ്ഡലമായിരുന്നു പൂഞ്ഞാർ. കേരള കോൺഗ്രസിന്റെ ഭാഗമായും ജനപക്ഷക്കാരനായും PC ജോർജ് ഇവിടെ നിന്ന് ജയിച്ചു. NDAയിൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BDJSനായിരുന്നു സീറ്റ്. 2016 BDJSലെ MR ഉല്ലാസും 2021 MP സെന്നുമാണ് മത്സരിച്ചത്. MR ഉല്ലാസ് 19,966 വോട്ട് പിടിച്ചപ്പോൾ MP സെന്നിന് 2,965 വോട്ട് മാത്രമാണ് ലഭിച്ചത്. PC ജോർജ് BJPയിൽ ചേർന്നതോടെ വലിയ ശക്തിയാണ് നേടിയതെന്ന് NDA വിലയിരുത്തുന്നു. ഇക്കുറി അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാർ. ജോർജ് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മിനർവ മോഹൻ അടക്കമുള്ളവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. എന്നാൽ പുറത്തുനിന്ന് മുതിർന്ന ഒരു നേതാവ് എത്തുമെന്നും സൂചനയുണ്ട്. കോട്ടയം മണ്ഡലത്തിലാകട്ടെ UDF സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരേ മനസ്സോടെ പറയുന്നത് തിരുവഞ്ചൂർ ആയിരിക്കുമെന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വീണ്ടും മത്സരിക്കും. 2021 18,743 വോട്ടിന് CPMലെ K അനിൽകുമാറിനെ തോൽപ്പിച്ചായിരുന്നു വിജയം. TK രാമകൃഷ്ണനിലൂടെ CPM കോട്ടയായി നിന്ന കോട്ടയത്തെ 2001 മേഴ്സി രവിയാണ് UDF പക്ഷത്തേക്ക് മടക്കിയത്. എന്നാൽ 2006 VN വാസവൻ വിജയം നേടി കോട്ടയത്തെ ചുവപ്പിച്ചു. എന്നാൽ 2011 മുതൽ ഇതുവരെ ഹാട്രിക് നേടി തിരുവഞ്ചൂർ മണ്ഡലത്തെ UDF ഉറച്ച മണ്ഡലമാക്കി. ഇക്കുറി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ചകളൊന്നും തന്നെ കേൾക്കുന്നില്ല. K അനിൽകുമാർ തന്നെ മത്സരിക്കുമോ അതോ CPMന്റെ യുവതാരങ്ങളിൽ ആരെങ്കിലും വരുമോ എന്നതാണ് ആകാംക്ഷ. NDA സ്ഥാനാർത്ഥി ആരെന്ന് കാര്യത്തിൽ പ്രാഥമിക ചർച്ചയായിട്ടില്ല. മന്ത്രി VN വാസവന്റെ മണ്ഡലമാണ് ഏറ്റുമാനൂർ. അദ്ദേഹം വീണ്ടും കളത്തിലിറങ്ങും. മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി അനൌദ്യോഗികമായി പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. 14,303 വോട്ടുകൾക്കാണ് അദ്ദേഹം കേരള കോൺഗ്രസിലെ പ്രിൻസ് ലൂക്കോസിനെ തോൽപ്പിച്ചത്. കോൺഗ്രസ് വിട്ട ലതിക സുഭാഷ് സ്വതന്ത്രയായി മത്സരിച്ച് 7,624 വോട്ടുകൾ നേടി. കേരള കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ല. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, പ്രൊഫസർ റോസമ്മ സോണി എന്നിവർക്കും സാധ്യതയുണ്ട്. കോൺഗ്രസിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് ഫിലിപ്പ് ജോസഫിന്റെ പേരും കേൾക്കുന്നുണ്ട്. INTUC നേതാവും KPCC ഭാരവാഹിയുമാണ്. കുമരകത്ത് നിന്ന് ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖിനും പരിഗണന ലഭിച്ചേക്കാം. NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ TN ഹരികുമാർ ആയിരുന്നു. അദ്ദേഹം നിലവിൽ കോട്ടയം നഗരസഭാംഗമാണ്. ആരാകും NDA സ്ഥാനാർത്ഥി എന്നതിൽ വ്യക്തതയില്ല. BDJS മുമ്പ് മത്സരിച്ച മണ്ഡലം കൂടിയാണിത്.